Hi guys, welcome back to my channel. അപ്പോൾ ഞങ്ങൾ റെഡ് സീൽ വന്നതാണ്. ഞങ്ങൾക്ക് രണ്ട് ഗപ്പീനെ വേണം. അപ്പോൾ മെയിലാണ് വേണ്ടത്. വീട്ടിൽ കുറേ കിടപ്പുണ്ട് കേട്ടോ. ബ്ലാക്ക് ആണ് പക്ഷെ മൊത്തം ഫീമെയിലാണ്. അപ്പോൾ ഒന്ന് ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മെയിലിനെ വാങ്ങാൻ വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പം ബ്ലാക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക്. പിന്നെ ഓർത്ത് ക്രോസ് ബ്രീഡ് ചെയ്യിക്കാമെന്ന് ഓർത്തിട്ട് ആ ഒരു ഗോൾഡും വൈറ്റും കൂടെ വരുന്ന ആ ഒരു കളർ എടുക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് മെയിലിനെ എടുക്കാമെന്നും പറഞ്ഞ് അപ്പോൾ ഏട്ടനെ എടുത്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ ഗപ്പീനെയൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ പെയറിന് 100 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം എടുത്തു, 100 രൂപയായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ടെട്രേനെ പെട്ടെന്ന് കണ്ടത്. അപ്പോൾ അവർ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് വാങ്ങാൻ ഓർത്ത് ചെന്നതാണ്. പക്ഷെ അവർ അതിൽ നിന്ന് എടുക്കത്തില്ല, കാരണം ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നതാണ്. വേറെ കുഞ്ഞുങ്ങൾ അപ്പുറത്തെ സൈഡിലുണ്ട്, പക്ഷെ നമുക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ട് ടെട്ര. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിടുകയാണ്. ഞങ്ങളുടെ പിള്ളേരിങ്ങനെ സൈറ്റ് സീയിങ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടിനെയും കൊണ്ട് നേരെ വീടെത്തി കേട്ടോ. അപ്പോൾ വീടെത്തി ഇനിയിപ്പം ഇതിനെല്ലാം മാറ്റണം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വയറുള്ളത് നോക്കി വയറ് വെച്ചിരിക്കുന്ന നോക്കി രണ്ടെണ്ണത്തിനെ അപ്പുറത്തോട്ട് മാറ്റാതിരിക്കണം. ഇതാണ് ഞങ്ങളുടെ ബ്ലാക്ക് കേട്ടോ. അതിനകത്ത് ടെട്ര കിടപ്പുണ്ട്, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ഓറഞ്ച് കിടപ്പുണ്ട്, വേറെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എറിനെ കണ്ടുള്ളൂ. അപ്പോൾ ഗപ്പീനെ എടുത്ത് ഇപ്പുറത്തോട്ട് ഇടണം. അപ്പോൾ ബ്ലാക്കും നമ്മളിപ്പോൾ വാങ്ങിച്ച ഗോൾഡും കൂടെ ക്രോസ് ബ്രീഡ് ചെയ്യിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിനെ എടുക്കാനുള്ള പ്രയത്നത്തിലാണ്. സൈസിനകത്തുള്ള സാധനം കിട്ടുന്നില്ല. ഈ ഒരു നെഗ്ഗുള്ളത് കിട്ടും. തടിയനപ്പോൾ അതിനല്ല അതല്ലേ പറഞ്ഞ നെഗ്ഗുള്ളത്. മുട്ടയുള്ളതിനെ പിടിക്കണ്ട. അതെല്ലാം മീൻ പെണ്ണ, മൊത്തം പെണ്ണ മീൻ. ഇത് ആണുണ്ട് പക്ഷെ ചെറുതായിട്ട്. പ്രായപൂർത്തിയാകട്ടെ. നല്ല സൈസുള്ളതാണെങ്കിൽ നല്ല കുഞ്ഞുങ്ങൾ വിരിക്കും ഒരുപാട്. നമ്മൾ കാണിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പിള്ളേരെ അതിനകത്തോട്ട് ഇറക്കുവാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്കിനെ അതിനകത്തോട്ട് ഇട്ട്, ബ്ലാക്ക് മൊത്തം ഫീമെയിലാണ്. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന മെയിലിനെ രണ്ടെണ്ണത്തിനെയും കൂടെ അതിനകത്തോട്ട് ഇറക്കി കേട്ടോ. അപ്പോൾ പിള്ളേർ അതിനകത്തോട്ട് ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കാം അവർക്ക്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഗൈസ്. ഇനി നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. നമ്മുടെ വലിയ ടാങ്കിൽ കുറച്ച് പിള്ളേർ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ വലിയ വാളയും വേറെ ചെമ്പലിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വെള്ളം മാറ്റണം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറി കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ല അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെള്ളം മാറ്റി നല്ല ക്ലിയർ ആയിട്ട് പിള്ളേരെ കാണിച്ചു തരാം. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വാളക്കുട്ടനെ മാത്രം കണ്ട് കാണും. അപ്പോൾ ബാക്കിയുള്ളതിനെയൊക്കെ നമുക്ക് എടുക്കുമ്പോൾ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ വെള്ളം തുറന്ന് വിടണം. അപ്പോൾ ഈ അഴുക്ക് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് വേറെ കയറ്റാം. അപ്പോൾ ഗായ്സ്, ഈ കിടക്കുന്ന സാധനം കണ്ടോ, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇവൻ വലുതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീരെ കുഞ്ഞായിരുന്നു ഇപ്പോൾ കൊണ്ടിട്ടതാണ്. ഇവൻ്റെ പേര് ഗൗരാമി എന്നാണ്. ഇത് നമ്പൂതിരി ഫിഷ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടനെ ഇതാ കുതിച്ചതിനകത്തൊരു ചാടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം അതൊന്ന് ഉരച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് പുള്ളി അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാശിക്കുട്ടിന് അവിടെ ബക്കറ്റ് വെള്ളമൊക്കെ നിറച്ച് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അപ്പം നമുക്ക് ആദ്യം അതിനകത്തുനിന്ന് എല്ലാത്തിനെയും പിടിച്ചൊന്ന് താഴത്തോട്ട് ഇടണം.
പേടിക്കണ്ട, ഇങ്ങോട്ട് ചാടത്തൊന്നുമില്ല. ഗൈസ്, വാള എന്നെ കുളിപ്പിച്ചിരിക്കുന്നു. യെസ്, ചെറുതാണോ വലുതാ? വൈറ്റ് വള. ഇത് അക്വേറിയം കടയിൽ ഷാർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം. അടുത്തന്നെ ഞങ്ങൾ പിടിക്കാൻ പോവാണേ. വലിയ വളേനെ എടുത്ത ചെറുത്. ഇതും വൈറ്റ് തന്നെയാണ് കേട്ടോ. ബ്ലാക്ക്, അത് ചെറുതാണ് കേട്ടോ. ബ്ലാക്ക് ഇതൊക്കെ ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഇട്ടതാണ്. അപ്പം അത്യാവശ്യം നല്ല വലുപ്പമായി. ഇതിന് ഇടുക്ക് സാധനമുണ്ട്. ഈ പരുവത്തിന് കൊണ്ട് 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടൊരു ചെറിയ സാധനമായിരുന്നു. ഇപ്പോൾ നമ്മുടെ കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിന് മേളിലായി. ഗ്രോത്ത് സ്ലോ ആണ്, പയ്യെ വളരത്തുള്ളത്. അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് വളരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിങ്. ഒരാൾ ചത്തുപോയായിരുന്നു. ഇത് നമ്പൂതിരി ഫിഷ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് ചാടിപ്പോയി. എൻ്റെ കയ്യിൽ ഇനി പോകത്തില്ല. പോയില്ല. ഇനി എല്ലാം തോപ്പിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇത് വലുതായി കഴിയുമ്പോൾ ഇത് കണക്കൊന്നുമല്ല കേട്ടോ. പേടി വരുന്ന കണക്കത്തെ ഒരു മീനാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചത്. പക്ഷേ ഇത് സസ്യബുക്കാണ്. ഇലയൊക്കെ മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. നമ്പൂതിരി മീൻ എന്നാണ് പറയുന്നത്. ഇതല്ലാണ്ട് എന്താണ്ട പറയുന്നത്? ഗൗരാമി. ആ, ഇനി കിട്ടാനുള്ള നമ്മുടെ ചെറിയ ചെമ്പല്ലി അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളാണ്. കുഞ്ഞായിരുന്നപ്പോൾ ചെറിയ മീനായതുകൊണ്ട് നമ്മൾ കറി വെക്കാൻ എടുക്കാതെ ഇതിനകത്തുകൊണ്ട് ഇട്ടിരുന്നേ. അതിനകത്ത് ഇതൊക്കെ കറി വെക്കാനായിട്ട് ചൂണ്ടയിടാൻ പോയതാട്ടോ. എന്നിട്ട് പിടിച്ചോണ്ട് വന്നിട്ട് വേണ്ട. ഇതിന് നമുക്ക് കൈകൊണ്ട് പിടിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഇച്ചിരി വെള്ളത്തിൽ പോലും നടക്കണ കാര്യമില്ല. ചെമ്പല്ലി പിടിക്കാന്ന് വെച്ചാൽ പാടാണ്. എവിടെ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ചെമ്പല്ലി പിടിക്കാൻ പാടാണ്. കൈകൊണ്ട് പിടിക്കാന്ന് പറഞ്ഞാൽ പാടുള്ള കാര്യം. വല എടുക്ക്, കലയുണ്ട് പിടിക്കണ്ട. കിട്ടത്തില്ല, അവരെ കിട്ടത്തില്ല. സഹായം കാണിച്ചു അവരെ കിട്ടത്തില്ല. അവര് വെള്ളത്തിൽ കരക്ക് കിടന്ന് ജീവിക്കുന്ന മനുഷ്യങ്ങളാണ്. അവരെ കിടന്ന് നമ്മൾ വെള്ളത്തിൽ ഇട്ട് പിടിക്കാൻ നോക്കുന്ന പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. ഇത് ചെമ്പല്ലി അല്ലേ? വലുതായല്ലേ? അയ്യോ, നല്ല കുഞ്ഞായിരുന്നപ്പോൾ പോയി ചൂണ്ടയിട്ട് കറി വെക്കാന്നൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ട് വന്നപ്പം വേണ്ടാന്നും പറഞ്ഞ് ഇതിനകത്തോട്ട് തിട്ടേ വലുതാവട്ടെ എന്നും പറഞ്ഞു. ഇത്ര ആയി. അത് ആദ്യം മറ്റേ ഇടാൻ പറഞ്ഞാണ്. എടാ, ഇനിയൊന്നും ഇല്ലേ? ഓ, ഊട്ടയിലോട്ട് കയറി പോയിരിക്കുന്നു ഗൈസ്. യെസ്, ചാടിപ്പോവും. പോയി. കമത്ത്.
ഗായ്സ് എൻ്റെ ചെറുക്കൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇത് വലുതാകുമ്പോഴുള്ളൊരു വീഡിയോ ഞാൻ എന്താണേലും ഇടും കേട്ടോ. അപ്പം നിങ്ങൾ തന്നെ ഓർക്ക് ഈ സാധനമായിരുന്നു അങ്ങനെ ഇരുന്നേ. കാരണം ഇപ്പം കാണുന്ന രൂപവേ അല്ല ഇത് വലുതായി കഴിയുമ്പോൾ പറയാൻ പറ്റത്തില്ല. കാണിച്ചു തരാം. കൈമാറ്റേ അതൊക്കെ തട്ടി വെള്ളത്തിലിടാം. ആ പായലൊക്കെ വെള്ളത്തിലോട്ടിടും. ഇതിനകത്തോട്ടിട്, തട്ടി ഇതിനകത്തോട്ടിട്. വെള്ളത്തിലോട്ടിടാം. മൊത്തം ഇട, ഒന്നും കളയരുത്. അവർ തിന്നു കിടന്ന് നോക്കണം. ഇതെവിടെ നിന്നാണ് പറക്കുന്നത്? ശരി, അത് രണ്ടെണ്ണം കൂടെ ഇല്ലാത്തപ്പോൾ അവർ തിന്നു കഴിക്കും. അതുകൂടെ ഇട്. ഇവിടെ ചത്തൊന്നുമില്ല, ആവശ്യം കൊല്ലുന്നുണ്ട്. ഓഫ് ചെയ്യുക. നീ ഇറങ്ങി താഴ്ത്തട്ടെ. ഉള്ളത് അപ്പോൾ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ഫിഷ് വേൾഡ് കേട്ടോ. കാരണം ഇതൊന്നും അല്ല, ഇതിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ ഞങ്ങൾ ഇങ്ങനെ വിറ്റുമൊക്കെ പോയി കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു വലിയ ടാങ്ക് ഉണ്ട്. ഇതൊന്നും അല്ല, ഒരു കിടുക്ക് സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ഇടാം കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് കുറേ സാധനങ്ങൾ എങ്ങനെ ഇറക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഇറക്കുന്നതും അതിൽ കുറച്ച് പണിയുണ്ട്. ആ ടാങ്ക് തന്നെ അമ്മാതിരി വലുപ്പമാണ്. അപ്പോൾ അതിപ്പോൾ കാണിച്ചു തരുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.